കുറച്ച് തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഞാനും അഞ്ഞും കൂടി ഒന്ന് അമ്പലം വരെ പോയി വരാൻ വിചാരിച്ചേ. അങ്ങനെ ഞാനും അഞ്ഞും കൂടി മഴയില്ലാത്ത സമയം നോക്കി അമ്പലം വരെ പോയിട്ടോ. അമ്പലത്തുനിന്ന് തിരിച്ചു വരുമ്പോ അനു എന്നോടൊരു ആഗ്രഹം പറഞ്ഞു കേട്ടോ, അവൾക്കൊന്ന് വണ്ടി ഓടിക്കണമെന്ന്. പിന്നൊന്നും നോക്കിയില്ല, എന്നോട് പറഞ്ഞൊരു ആഗ്രഹമല്ലേ, അവൾക്ക് തന്നെ വണ്ടി ഒന്ന് കൊടുത്തേ. ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവള് നന്നായി ഓടിച്ചു. അമ്പലത്തിൽ പോയി വന്നപ്പോ ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ. അമ്മ അവിടെ പുട്ടുണ്ടാക്കിണ്ടായിരുന്നേ. സാധാരണ ഈ പുട്ടൊന്നും ഞാൻ കഴിക്കത്തില്ലേ, അനുവിന് വേണ്ടിട്ടാട്ടോ ഈ ഒരു പുട്ടൊക്കെ. ഇത് കഴിഞ്ഞ വഴി എനിക്ക് ബറ്റാലിയൻ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നേ. ഇന്ന് എനിക്ക് NCCയുടെ C സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ദിവസം കേട്ടോ. അങ്ങനെ നമ്മള് കാത്തിരുന്ന് എന്റെ C സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടിട്ടോ. അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകാനാട്ടോ ഞാൻ നിക്കണേ. വീട്ടിലേക്ക് പോകാൻ അമ്മ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ വാങ്ങി വന്നപ്പോഴേക്കും നല്ലൊരു മഴ പെയ്തു കേട്ടോ. കോട്ടെടുക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഉള്ള മഴ മുഴുവൻ ഞാൻ കൊണ്ടിട്ടോ വന്നത്. വേദിട്ടി വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വേദിട്ടിക്ക് വേണ്ടി ഞാനൊരു ലൈസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. എനിക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ കരുതി അവരവിടെ ഒളിഞ്ഞിരിക്കായിരുന്നു കേട്ടോ. എങ്കിലും ഞാൻ അവരെ കണ്ടുപിടിച്ചേ. കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒത്തുകൂടുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഒത്തുകൂടിയ ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. ഇന്ന് അവൾ ഉണ്ടാക്കിയത് ഷവർമ്മയായിരുന്നു. കടയത്തെ അതേ രുചിയാണ് എനിക്ക് തോന്നിട്ടോ. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നേ. പുറത്തൊക്കെ തിരക്ക് കഴിഞ്ഞ് വീടെത്തിപ്പിക്കും ഭയങ്കര വിശപ്പ് തോന്നിട്ടോ. അപ്പൊ അങ്ങനെ അതും കൂടി കഴിച്ചു. അപ്പൊ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ, ബാക്കി നാളെ.